ഹലോ. ലഡ്ഡു ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? ഇന്ന് നമുക്ക് റവ വെച്ച് ലഡ്ഡു ഉണ്ടാക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്കിഷ്ടമുള്ള ഡ്രൈ നട്ട്സും ഗ്രേപ്സും ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇത് മാറ്റി ബാക്കി വരുന്ന എണ്ണയിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ റവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ലോണം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 3/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം വീണ്ടും ഫ്രൈ ചെയ്ത് തുടങ്ങാം. ഇതൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ലോണം ഒന്ന് യോജിച്ച് വരും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നേരത്തെ വറുത്ത് വെച്ച നട്ട്സ് ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റാം. 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇത് ഡ്രൈ ആണെന്ന് തോന്നണമെങ്കിൽ വീണ്ടും 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ലഡ്ഡു ഉണ്ടാക്കിയെടുക്കാം. കൈ കൊണ്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്ത് ലഡ്ഡു ഉണ്ടാക്കാം. ഇതേപോലെ ഇപ്പോൾ നമ്മളുടെ റവ ലഡ്ഡു റെഡി ആയിട്ടുണ്ട്. 1 കപ്പിൽ നമ്മൾക്ക് 25 തൊട്ട് 28 ലഡ്ഡു ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണേ. താങ്ക്